എന്താണ് മാമിന്റെ പേര്? നയൻതാര. ഓക്കെ, ഇവിടെ റേസിൽ എത്ര വർഷമായി ജോയിൻ? ഞാൻ റീസെന്റ് ജോയിൻ ചെയ്തതാണ്. എന്താണ് റേസിന്റെ ഫാമിലിനെ പറ്റിയും സ്റ്റുഡൻസിനെ പറ്റിയൊക്കെ അഭിപ്രായം എന്താ? റേസ് മൊത്തത്തില് പൊതുവെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുട്ടികളെ വരികയാണെങ്കിലും വളരെ ബേസിക് ആയിട്ട് ജസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. സ്റ്റിൽ ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈവൻ എനിക്ക് പേഴ്സണലി എനിക്ക് ബെനിഫിഷ്യൽ. എന്താ പേര്? സ്നിഗ്ധ. ഇവിടെ ഏത് കോഴ്സ് എടുത്തു? ഇവിടെ കോംബോ ആണ്, SSC ബാങ്കിങ്. എങ്ങനെയുണ്ട് ഈ ക്ലാസ്സും കോച്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ? വളരെ നല്ല ക്ലാസ് ആണ്. നമുക്കായിട്ട് മെന്റേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ക്ലിയർ ചെയ്ത് തരാൻ മെന്റേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാൻ മെന്റേഴ്സിനപ്പോ ഞങ്ങൾക്കിടയിൽ റീച്ച് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ക്ലാസ്സും നല്ല ക്ലാസ്. സ്റ്റഡീസിലൊക്കെ എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ സ്റ്റാർട്ട് വന്നു? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമുക്കിപ്പോ GK-ലൊക്കെ നോളജ് കുറച്ചും കൂടെ കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. സാർ ഇവിടുത്തെ മെന്ററാണ്. ഏത് ബാച്ചാണ് മെന്റർ ചെയ്യുന്നത്? ഞാൻ മെയ് ബാച്ചും ഇടയ്ക്ക് ആരെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ വേറെ ബാച്ചും. മെന്ററിംഗിന് എങ്ങനെയാ മെത്തേഡ്സ് എങ്ങനെയാണ്? മെന്ററിംഗിന്റെ മെത്തേഡ് ഇവിടെ 4 ടോപ്പിക്സ് ആണ് SSC മെയിൻ ആയിട്ടുള്ളത്. ആ 4 ടോപ്പിക്സും ഓൾമോസ്റ്റ് മെയിനായിട്ട് കൂടുതൽ മാത്സ് ആണ് കൂടുതൽ പേർക്കും വീക്കായിട്ടുണ്ടാവുക. മാത്സിൻ്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് GK ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. ക്ലാസ്സിൽ 2-2.5 സമയം വെച്ചിട്ട് ഒരു മെറ്റീരിയൽ കൊടുക്കും. ആ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ അവരോട് പറയും. ഡൗട്ടുള്ള കുട്ടികൾ അവർ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കും. അങ്ങനെയാണ് മെന്ററിംഗ്. PSC സ്റ്റുഡന്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് പേര്? വിഷ്ണു. എങ്ങനെയുണ്ട് PSC ക്ലാസ്സുകളൊക്കെ ഞങ്ങളിപ്പോ കഴിഞ്ഞു 1 year ആയി ജോയിൻ ചെയ്തിട്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ. വേണ്ട ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് മാറി സെപ്പറേറ്റ് ആയിട്ട് സർക്കിളായിട്ട് പഠിക്കാൻ. അത് വന്ന സമയത്ത് വെച്ചാൽ മെയിൻ മാറ്റം എന്ന് എന്തായാലും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ മാറ്റം എന്താ വെച്ചാല് സർക്കിളായിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരു സെഷൻ, ഉച്ചയ്ക്ക് ശേഷം പഠിക്കുന്ന ഒരു സെഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അത്രത്തോളം ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എക്സാമുകളും കാര്യങ്ങളും ഡെയിലി ഇപ്പൊ എക്സാം ഇല്ല. എനിക്ക് മുന്നേ ഇതുവരെ ഫോക്കസ് ബാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഡെയിലി എക്സാംസും റിവിഷനും കറണ്ട് അഫയേഴ്സ് അങ്ങനത്തെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ. ഇവിടെ ഇനിയിപ്പോ വരാൻ പോകുന്ന പുതിയ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? റേസ് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുത്തെ ലൈബ്രറി ആണെങ്കിലും ബാക്കി ക്ലാസ്സസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ കുറച്ച് പുതിയ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മെന്റർ സപ്പോർട്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടും റേസ് സജസ്റ്റ് ചെയ്യും. പേരെന്താ? ശ്രീനാഥ്. ഇവിടെ ഞാൻ ബാങ്കിന് പഠിക്കുകയാണ്. 2022 ജൂലൈ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വെച്ചാൽ ലാബ് ഫെസിലിറ്റി തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരാളാണോ, നമുക്ക് റൂമിൽ പഠിത്തം നടക്കില്ല. അപ്പോൾ ലാബും സിസ്റ്റം ഉള്ളത് വളരെ ഉപകാരം. ഞാനിപ്പോ രാവിലെ വന്നാൽ ഒരു നൈറ്റ് വരെ ഇവിടെ ഉണ്ടാകുന്ന ആളാണ്. അപ്പം മോക്ക് ടെസ്റ്റ് ആയാലും മറ്റ് കാര്യങ്ങളായാലും നമുക്ക് ഇവിടുന്നായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. റൂമിൽ നിന്നുകൊണ്ട് എല്ലാവരും പഠിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു ലാബ് ഒരു എക്സാം സെന്ററിന്റെ ഫീലാണ്. നമ്മള് ഇത്തിരി ആൾക്കാരുടെ 100-120 ആൾക്കാരുടെ ഇടയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നമുക്ക് റിയൽ എക്സാമിന്റെ ഒരു ഫീലും കിട്ടും. ഇവിടെ വരെ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കിയപ്പോൾ ലാബ് ഫെസിലിറ്റി ഇല്ല. എന്നെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് പറ്റില്ല. കാരണം ഒന്നാമത് ഒരു നാട്ടില് അങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെയായാലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട ആളാണ്. അപ്പോ എനിക്ക് അങ്ങനെ പേഴ്സണൽ ലാബ് ഉണ്ടെങ്കിൽ തന്നെയും റൂമിൽ പഠിക്കാൻ നടക്കില്ല. സോ ഒരു ലാബ് ഫെസിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് തന്നെയാണ് റേസിലേക്ക് വന്നത്. ഞാൻ കഴിഞ്ഞ സീസണിൽ RRB PO ഒഴികെയുള്ള ഒരു എക്സാമിൽ എഴുതിയായിരുന്നു. അതിൽ RRB ക്ലർക്ക് ഒഴികെ ബാക്കിയുള്ള എക്സാമിലും ഫിലിംസ് ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണ് ഉദ്ദേശിക്കുന്നത് മെയിൻസിലേക്കുള്ള ഒരു. എന്തായാലും പെട്ടെന്ന് തന്നെ ലാബൊക്കെ എങ്ങനെയാണ്? ലാബ് ഉള്ളതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. ലാബ് ഞാനൊരു മോർണിംഗ് 8 നൈറ്റ് 8 ആ ഒരു ടൈമിലാണ് ഇരിക്കാറ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റലൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും വന്നിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. നല്ല മോട്ടിവേഷൻ ആണ്. പിന്നെ കൂടെ കുട്ടികൾ പഠിക്കുന്നതാണ് നമ്മളും പഠിക്കാറ്. ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ലാബിലേക്ക് കൂടുതൽ ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാബാണ് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സിൽ നമുക്കൊരു ബേസ് കിട്ടും, ലാബിൽ നമ്മൾ ഇമ്പ്രൂവ് ആവും. ഞാൻ പറയുന്നത് ഈ ലാബ് അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാം പ്രിപ്പറേഷന്റെ പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് എനിക്ക് റേസ് തരുന്നുണ്ട്. എങ്ങനെയാ അറിയുന്നത് റേസിനെ പറ്റി? ഞാൻ എന്റെ 1-2 ഫ്രണ്ട്സ് ജോയിൻ ചെയ്തപ്പോഴാണ് റേസിനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്. പിന്നെ ഞാൻ വന്ന് നോക്കി അറ്റ്മോസ്ഫിയർ ഒക്കെ അന്ന് വേറെ ലാബും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. താങ്ക് യു. உங்களோட பேர்? என்னோட நேம் துரை. இந்த எந்த டிபார்ட்மெண்ட்ல
நான் வந்து லேப் இன்சார்ஜாக இருக்கேன். வரண்டா ரேஸில் லேப் இன்சார்ஜாக இருக்கேன், டெக்னீஷியனாக. வரண்டா ரேஸ்ல ஃபேமிலி எப்படி இருக்கு? ஓகே, ஆல் குட். எல்லாருமே வந்து பார்த்தீங்கன்னா ஒரு கவர்மெண்ட் ஜாப் போகணும் அந்த ஒரு தாட்டோட தான் வராங்க. நல்லா படிக்கிறாங்க, எல்லாத்துக்கும் ஒரு நல்ல மோட்டிவேஷனாக இருக்குது. ஒரு പഠിக்கிறதுக்கு ഒരു നല്ല പ്ലേസാ இருக்குது. ശ്രീലക്ഷ്മി. ഇവിടെ ക്ലാസ്സസ് എങ്ങനെയാ? പി എസ് സി ആണല്ലോ അല്ലേ? ക്ലാസ്സസ് എങ്ങനെയാ? മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സാ 9:30 to 4:30 വരെ. നമ്മളെ സിലബസ് ഏത് PSC എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സിലബസും അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സും തരും. ഇവിടെ ലൈബ്രറി ഫെസിലിറ്റി ഒക്കെ എങ്ങനെ നല്ല യൂട്ടിലൈസ് ചെയ്യുന്നു? PSCക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈബ്രറി റേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCRT NCRT ലെവൽ വരെ, അതായത് +1 +2 ടെക്സ്റ്റ് ബുക്ക് വരെ അത് ഗൈഡ് അത്തരത്തിലുള്ള സാധനങ്ങൾ ലൈബ്രറിയിൽ നമുക്ക് അവൈലബിൾ ആണ്. മെന്റർഷിപ്പ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. നമ്മളേത് എക്സാം ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ഒരു 4-5 വർഷം മുന്നേ നടന്നിട്ടുള്ള എക്സാംസ് അത് ഫോക്കസ് ചെയ്തിട്ടാണ് റേസ് കോച്ചിങ് നൽകുന്നത്. രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സർക്കിളാണ്. അപ്പൊ സർക്കിളിൽ നമ്മൾ ഒരു 5-6 പേര് റൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഒരാളുടെ കയ്യിൽ ചിലപ്പം ഹിസ്റ്ററിയിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ മറ്റേ ആള് വേറൊരു ടോപ്പിക്കിലായിരിക്കും ബെസ്റ്റ് ആയിട്ടുണ്ടാവാം. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന വഴി എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്താക്കാം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് പോകും. നമ്മുടെ എങ്ങനെ മെന്റർഷിപ്പ് ഒക്കെ ഒരു മെന്ററിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളുടെ മെന്റർ ആയിരുന്നു സഫ്വാൻ സാറ്. സാറ് ഈ തവണത്തെ SI റാങ്ക് ലിസ്റ്റിൽ 196th റാങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ശരിക്ക് ഹാർഡ് വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മനുഷ്യനാണ് സഫ്വാൻ സാറ്. റോൾ മോഡൽ പോലെ. ഞങ്ങളുടെ ഒരു ബാച്ച് ശരിക്ക് ഞങ്ങളെ ഒരു ഇതിലെത്തിക്കണം എന്ന് സാറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് ജോലി കിട്ടി പോകേണ്ടി വരികയാണ് ഉണ്ടായത്. ഒരു പ്രീവിയസ് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെ നോക്കണം, ഇങ്ങനെ പഠിക്കണം, ഇതിങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി തന്നൊരു സാറായിരുന്നു. ഭയങ്കരമായിട്ട് ടാലന്റ് ഉള്ള ഒരു മനുഷ്യൻ. PSC എന്താന്ന് അറിയുന്ന ഒരാളായിരുന്നു ശരിക്കും. വളരെ സന്തോഷം സാറിന് കിട്ടിയപ്പോ. പുതിയതായിട്ട് ഈ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് കൊടുക്കാൻ മാത്രം ഞാൻ ആരെങ്കിലും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഒരു ഇതുവരെ പഠിച്ച ഇതിലും കുറെ ഐഡിയാസ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു അറിവിൽ നിന്ന് പ്രീവിയസ് ആണ് മെയിൻ ആയിട്ട്. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി അല്ലെങ്കിൽ എക്സാംസ് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാലും പ്രീവിയസിന്റെ ഒരു പങ്ക് വളരെ വലുത് തന്നെയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബേസ് എന്ന് പറയുന്നത് പ്രീവിയസ് തന്നെയാണ് ശരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അതിലൂടെ മനസ്സിലാവുള്ളൂ ഏത് ടൈപ്പാ ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെന്നാ വരുന്നത്, എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആദ്യം അത് തന്നെ പ്രീവിയസ് നമ്മൾ പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ സിലബസ് PSC തന്നിട്ടുള്ള സിലബസ് അങ്ങോട്ടും ഇല്ലാതെ പക്കയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ പോയിട്ട് എക്സാം എഴുതാം. അത്ര ഇതുവരെ നമ്മളെ കണ്ട സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ചോപ്പ് ടാഗ്, മഞ്ഞ ടാഗ്, പച്ച ടാഗ് ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡാർക്ക് ബ്ലൂ കളർ ടാഗുള്ള കുട്ടിയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഒരു ഇത് കോംബോ ആണ്. കോംബോ എന്ന് വെച്ചാൽ എന്താണ്, ഏതൊക്കെയാണ്? ബാങ്കും SSCയും ഒരുമിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് ബാങ്ക് ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം SSC അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ SSC ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ശേഷം ബാങ്ക് അറ്റൻഡ് ചെയ്യാം. എക്സാം അപ്ലൈ ചെയ്യുന്ന നേരം നമുക്ക് ബാങ്ക് അല്ലല്ലോ, SSC PSC അങ്ങനെയെല്ലാം വരുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ബാങ്കിൽ ചെയ്യുന്ന നേരം നമുക്ക് കുറച്ച് സ്പീഡ് കൂടും. അതാണ് ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള സർക്കിൾ അറ്റൻഡ് ചെയ്യാനുള്ള ഉപകാരം. എന്ന് വെച്ചാൽ ഒന്ന് സ്പീഡ് കൂടും. പിന്നെ SSC വരുന്ന നേരം GKയും കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഉപകാരം. പിന്നെ ഇതിൽ റേസ് ആപ്പിൽ പിന്നെ എക്സാം ഉണ്ടാവും. പിന്നെ ഫുള്ള് മോക്ക് ഉണ്ടാവും. ലാബിൽ തന്നെ വരണം എന്നില്ല, വീട്ടിൽ ഇരുന്നാലും ഇത് ചെയ്യാൻ പറ്റും. അതാണ്. മെന്റേഴ്സ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ടാണോ? ഐ മീൻ എങ്ങനെയാണ് അവിടെ? മെന്റേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് ആണ്. മെന്റേഴ്സ് ഒക്കെ ഏത് സമയം അവിടെ ചെന്നാലും DCR റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലേ തന്നെ ടെലഗ്രാമിലോ വാട്സാപ്പിലോ മെസ്സേജ് അയച്ചാൽ തന്നെ അവരെന്ത് ചെയ്യും, ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരും. അതൊരു വിഷയമുള്ള കാര്യമല്ല. അതായത് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെ ഇവിടെ നമുക്ക്. ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടെ പഠിക്കാം. താങ്ക് യു. വൈഷ്ണവി. ഞാൻ SSC ആണ് ചെയ്യുന്നത്. മോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ടൈം നോക്കാൻ പറ്റും. പിന്നെ ഫോണിൽ കാണുന്നതിന് കുറച്ച് വലിയ സ്ക്രീൻ ആയതുകൊണ്ട്
എക്സാം ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ലാബ് യെസ് ഓഫ് കോഴ്സ് നമുക്കത് ആ ടൈമിന്റെ ഉള്ളിൽ തന്നെ ചെയ്ത് തീർക്കാൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി പറയാനുള്ളത് മെന്ററിങ് തന്നെയാണ്. പിന്നെ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് സർക്കിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രം ബേസിക് ആയിട്ട് തന്നെ ഫസ്റ്റ് മെറ്റീരിയൽ ബേസിക് ആണ്, പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് അത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമുക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ കുറച്ച് വലിയ ടോപ്പിക് ആണെങ്കിൽ 3 മെറ്റീരിയൽ വരെയൊക്കെ ഉണ്ടാവും. ഇത് ചെറിയ ടോപ്പിക് ആണെങ്കിൽ അങ്ങനെയായിട്ടാണ് ഉണ്ടാവാറ്. പേരെന്താ? അക്ഷയ്. ഇവിടെ ഏത് ബാച്ചിലാണ് ചേർന്നത്? ഡിസംബർ ബാങ്ക് ബാച്ചാണ്. എന്താ വെച്ചാൽ നല്ല മെന്റേഴ്സ് ആണ്, ക്ലാസ് ഒക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ നമുക്ക് ഏത് സമയമാണെങ്കിൽ ലാബ് യൂസ് ചെയ്യാം. അതേപോലെ നല്ല ക്ലാസ് നമുക്ക് ഇപ്പൊ ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു ആദ്യം ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ റെഗുലർ ബാച്ചാണ്. അതേപോലെ നമ്മളെ ഫ്ലെക്സിബിൾ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. അതിനനുസരിച്ച് ടൈമിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ ചൂസ് ചെയ്യാം ജോയിൻ ചെയ്യുന്ന സമയത്ത്. അതേപോലെ മെന്റേഴ്സും നല്ല സപ്പോർട്ടാണ്, ഏത് സമയത്തും അവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പം മാം കോച്ചിങ് 6 മാസമായി അറിഞ്ഞത്. അപ്പൊ ഞാനൊരു മാറ്റം ഫീൽ ചെയ്ത് ഇവിടെ കോച്ചിങ്ങിന് വന്നതിന് ശേഷം എന്ന് വെച്ചാല് മെയിൻ ആയിട്ട് സ്പീഡ്, അതേപോലെ നല്ല നോളജ് എല്ലാം കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വരുന്ന സമയത്തുള്ളതിനെക്കാട്ടും നല്ലപോലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ പ്രോബ്ലം ആയാലും ശരി ഒക്കെ. ഇപ്പൊ പിന്നെ സ്പീഡും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്താണ് പേര്? എന്റെ പേര് അനുഷാഖ് എന്നാണ്. ഓക്കെ, എവിടെ ഏത് കോഴ്സാണ് എടുത്തത്? ഞാൻ SSC ആണ് പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ റേസിലേക്കുള്ള സാഹചര്യം? റേസിലേക്ക് എന്റെ ഒരു ഫ്രണ്ടാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പം ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നല്ല ലാബ് ഫെസിലിറ്റി ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എങ്ങനെയുണ്ട് എന്താ SSC ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ? SSC ക്ലാസ് ഇതുവരെ നല്ല അഭിപ്രായം തന്നെയാണ്. എല്ലാ സബ്ജക്റ്റും എല്ലാ പോർഷനും പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. പിന്നെ കൂടുതൽ സമയം പ്രാക്ടീസിനാണ് ഞാൻ ചെലവഴിക്കാറ്. ലാബിലാണ്, ലൈബ്രറി യൂസ് ചെയ്യാറുണ്ട്. അത് രണ്ടും നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇവിടുത്തെ ഒരു എക്സ് സർവീസ്മാൻ ആയ സ്റ്റുഡന്റ് ആണ്. അപ്പം അവരോട് ഒന്ന് ചോദിച്ചു. മാർച്ച് 6 ജോയിൻ ചെയ്തതാണ്. സാറിന് ഇവിടെ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തു? ഞാൻ ആക്ച്വലി ഒരു ബേസും ഇല്ലാണ്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ആർമിയിൽ നിന്ന് പെൻഷനായിട്ട് വന്നു, പ്രത്യേകിച്ച് ബേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല ക്ലാസ്സാണ്, എല്ലാവരും ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടിംഗ് ആണ്, മെന്റേഴ്സ് ഫുൾ സപ്പോർട്ടിംഗ് ആണ്. പ്രത്യേകതയായിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ലാബ് ഫെസിലിറ്റി നല്ലതാണ്. മോർ ദാൻ 100 കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. സാറ് ബേസിക് സർക്കിൾ ഇപ്പോൾ ഫോക്കസ് ബേസ്ഡിലാണ്. ഫോക്കസ് ബേസിന്റെ ക്ലാസ് ആണോ അല്ലെങ്കിൽ ഫോക്കസ് ബേസിൽ മെന്റേഴ്സ് ഉണ്ടാവും നമ്മളെ കൂടെ. നമുക്ക് മെറ്റീരിയൽ തരും, വർക്കൗട്ട് ചെയ്യിപ്പിക്കും, സംശയങ്ങളെല്ലാം മെന്റേഴ്സ് ക്ലിയർ ചെയ്ത് തരും. ക്ലാസ് എടുത്തിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് പറഞ്ഞു തരും. യൂസ്ഫുൾ മെറ്റീരിയൽ ആണ് എല്ലാം ഉള്ളത്. ഡൗട്ട്സ് എല്ലാം നമ്മൾ ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്ത് തരും. വീട്ടിലാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. നല്ല സപ്പോർട്ടീവ് ആണ്. ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ പോലെ തന്നെയാണ്. അല്ലാണ്ട് എല്ലാവരും അതെ മീൻസ് അങ്ങനെ അതായത് മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ വെറുതെ വന്ന് പഠിപ്പിച്ചു പോവുക അങ്ങനത്തെ ഒരു ഇതല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോകാം. ഇപ്പൊ മെന്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. നമുക്ക് എപ്പോ വേണം എങ്ങനെ വേണമെങ്കിലും ഡൗട്ട് വെക്കാം. അതിപ്പം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല.